ബൈബിൾ മിഷണറി രംഗത്ത് പ്രശസ്തമായ ഫിയാറ്റ് മിഷൻ സംഘടിപ്പിക്കുന്ന 7ാമത് ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ ഏപ്രിൽ 13 മുതൽ 19 വരെ തൃശൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടക്കും. മിഷൻ പ്രവർത്തനങ്ങളെ അടുത്തറിയുവാനും സ്നേഹിക്കുവാനും വളർത്തുവാനും വിശ്വാസികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെ സംഗമം ഒരുക്കിയിരിക്കുന്നത്. സംഗമത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള വിവിധ റീത്തുകളിലെ അഭിമന്യ പിതാക്കന്മാരും നിരവധി വൈദികരും സന്യസ്തരും അൽമായ മിഷണറിമാരും പങ്കെടുക്കും. അഭിമന്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വ്യത്യസ്ത റീത്തുകളിലും വിവിധ ഭാഷകളിലും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോടെ ദിവസം രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന GGM വൈകിട്ട് 9 മണിക്ക് അവസാനിക്കും. മിഷൻ എക്സിബിഷൻ, മിഷൻ ട്രെയിനിംഗ്, മിഷൻ ഗ്യാതറിംഗ് എന്നിങ്ങനെ 3 പ്രധാന വിഭാഗങ്ങളിലായി ഈ വർഷത്തെ GGM നടത്തപ്പെടുമ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ മിഷൻ കേന്ദ്രങ്ങൾ നടത്തുന്ന എക്സിബിഷൻ സ്റ്റാളുകൾ GGMന്റെ പ്രധാന ആകർഷക ഘടകമാണ്. വൈദികർക്കും സന്യസ്തർക്കും ആത്മായർക്കും കുട്ടികൾക്കുമായി വ്യത്യസ്ത മിഷൻ പരിശീലന ക്യാമ്പുകൾ GGMൽ ക്രമീകരിച്ചിട്ടുണ്ട്. വൈദികർക്കായി ഏപ്രിൽ 14 മുതൽ 17 വരെ ഇംഗ്ലീഷിൽ മിഷൻ പരിശീലനം നടത്തപ്പെടുന്നു. സന്യസ്തർക്കുള്ള മിഷൻ പരിശീലനം ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 17 വരെയും ആത്മായർക്കായുള്ള മിഷൻ പരിശീലനം ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 17 വരെയുമാണ് നടത്തപ്പെടുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 100 കുട്ടികൾക്കായി മിഷൻ പരിശീലന ക്യാമ്പ് എക്സ്ട്രാ മൈൽ എന്ന പേരിൽ ഏപ്രിൽ 13 മുതൽ 17 വരെയും സംഘടിപ്പിക്കുന്നുണ്ട്. ലോക സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കത്തോലിക്ക സഭയിലെ ആത്മീയ മുന്നേറ്റമായ ഫിയാറ്റ് മിഷന്റെ നിശബ്ദ സേവനം GGMനെ വഴിയൊരുക്കുമ്പോൾ നിശബ്ദമായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുക എന്ന മഹനീയ ദൗത്യമാണ് ഫിയാറ്റ് മിഷൻ അനുദിനം അനുവർത്തിക്കുന്നത്. ഇന്ത്യയിലും ആഫ്രിക്കയിലുമായി 30 ഭാഷകളിൽ ഇതിനോടകം ലക്ഷക്കണക്കിന് ബൈബിളുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിനൊപ്പം മാസം 50,000 ബൈബിളുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് ഫിയാറ്റ് മിഷന്റെ ഒറീസ ബൈബിൾ പ്രസം വളർന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ ബിഷപ്പ് ചാക്കോ തോട്ടുമാരിക്കൽ SVD, ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ, ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസ് എന്നീ അഭിമന്യ പിതാക്കന്മാരാണ് ഫിയാറ്റ് മിഷന്റെ രക്ഷാധികാരികൾ. ഫിയാറ്റ് മിഷനെ റെപ്രസെന്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഫിയാറ്റ് മിഷൻ നിങ്ങളുടെ കയ്യിലെത്തി ഇങ്ങനൊരു ഫിയാറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ബൈബിള് പ്രിന്റ് ചെയ്യുന്ന ഏജൻസിയാണ്. കുറെ നാളുകളായിട്ട് വിവിധ ഭാഷകളിൽ ഇന്ത്യയിൽ 23ഓളം ഇന്ത്യൻ ഭാഷകളിൽ ഈ ലിപി ഇല്ലാത്ത ഭാഷകളിൽ പോലും റോമൻ ലിപി ഉപയോഗിച്ച് വിശുദ്ധ ബൈബിള് പ്രിന്റ് ചെയ്ത് എത്തിക്കുന്ന ഏജൻസിയാണ്. ഒരു കാത്തലിക് ഓർഗനൈസേഷനാണ്, അൽമായ സംഘടനയാണ്. ഇവിടെ പങ്കെടുക്കുന്ന പൊളിച്ചേട്ടൻ ഉള്ള ഒരു ഡയറക്ടറാണ്. പൊളിച്ചേട്ടന്റെ പേര് പോളി തോമസ്, ഒന്നത്തെ ഡയറക്ടേഴ്സ് ആണ്. ഷാജി പറമ്പൻ രജിസ്ട്രാർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. എന്റെ പേര് ജോസ് ഓലിക്കൽ, ഞാൻ ഇതിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ തോമസ് ആലപ്പാട്ട്, ഞാൻ റിട്ടയർഡ് ആലപ്പാട്ട്. ജോസ് ഓലിക്കൽ. എന്റെ പേര് ഏറ്റവും അവസാനം കിടപ്പുണ്ട്, ഇതിന്റെ അവസാനം കിടപ്പുണ്ട്. നമ്മളിന്ന് വന്നതിന്റെ ഉദ്ദേശം നമ്മള് 7ാമത് GGM മിഷൻ കോൺഗ്രസ്, നമ്മൾ 7ാം പ്രാവശ്യം നടത്തുന്ന ഒരു മിഷൻ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എല്ലാ വർഷവും നമ്മൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. 2017 തുടങ്ങി, പക്ഷെ കോവിഡിന്റെ സമയത്ത് 2 പ്രാവശ്യം നടന്നില്ല. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമ്മള് നോർത്ത് ഇന്ത്യയിലും അതുപോലെ മറ്റ് മിഷൻ പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെ അവിടുത്തെ ആളുകൾ ഇവിടെ വന്ന് അവരവിടെ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണ് അതിനെക്കുറിച്ച് ഒരു കൃത്യമായി ഇപ്പം മണിപ്പൂരിൽ നിന്നും നാഗാലാൻഡിൽ നിന്നും അവിടുന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തുന്ന ഒരു എക്സിബിഷനാണ്. അപ്പൊ ഇവിടുത്തുകാർക്ക് വന്ന് കാണാനും അവിടുത്തെ വേഷവിധാനങ്ങളും അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു എക്സിബിഷനാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് കാണണം. ഇതിന്റെ വെന്യൂ നമ്മുടെ തലൂറുള്ള ജെറൂസലേം റിട്രീറ്റ് സെന്ററിലാണ്. CMAയുടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട് തലൂറുള്ള. ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഏപ്രിൽ 13-ാം തീയതി തൊട്ട് 19-ാം തീയതി വരെയാണ്. 13-ാം തീയതി രാവിലെ കുർബാനയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പ്രിൻസ് പണിങ്ങാടൻ പിതാവാണ് ആദ്യത്തെ ദിവസം ഇനോഗ്രൽ മാസോടുകൂടി. അപ്പോൾ ഒരു
എല്ലാ നോർത്ത് ഇന്ത്യൻ എല്ലാം കൂടെ ഒരു 10, 35, 40ഓളം ബിഷപ്പുമാരും എല്ലാം എത്തുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണ്. കത്തോലിക്കസ് കാത്തലിക്സ് ആണ് മെയിൻ ആയിട്ട്. കാത്തലിക് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ ഫ്രണ്ട് ശ്രദ്ധിച്ചാൽ കാണാം 3 റൈറ്റിൽ നിന്നുള്ള കാത്തലിക് ബിഷപ്സ് ആണ് അതിന്റെ പേട്രൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ഫിയാത്ത് മിഷൻ എന്ന് പറഞ്ഞ ഒരു അൽമായ സംഘടനയാണ്, എന്നാലും കാത്തലിക് എൻറ്റിറ്റിയാണ്. അതിന്റെ മറുവശത്ത് രണ്ടാമത്തെ ഷീറ്റ് നോട്ടീസാണ്, പ്രോഗ്രാമിന്റെ നോട്ടീസാണ്. ഓരോ ദിവസവും എന്താണ് നടക്കുന്നുള്ള ഏറ്റവും അവസാന ഭാഗത്തായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഒരു മ്യൂസിക് നൈറ്റ് ഉണ്ട്. ഫസ്റ്റ് ഡേയിൽ നമ്മുടെ ദാനിയേൽ പൂർണ്ണത്തിലച്ഛന്റെ ശരിയുള്ള ഒരു വിനോദ് അച്ഛനും അവരുടെ ജോയിന്റ് ആയിട്ടുള്ള ഒരു 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ഘാടന ഫംഗ്ഷനായിട്ട് നമ്മൾ ചെയ്യാറില്ല. ഇല്ല, സ്റ്റാർട്ട് വിത്ത് ഹോളി മാസ്. എല്ലാ ദിവസവും ഒരു കുർബാനയോട് കൂടി തുടങ്ങുന്നു. ഒരു കാത്തലിക് പ്രോഗ്രാമാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു പ്രത്യേക ഇനാഗുറേഷനോ മെഡിറ്റീരിയലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണില്ല. ആകെ ഉള്ളത് ഈ എക്സിബിഷൻ ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. അപ്പൊ ആ എക്സിബിഷൻ ഹാളിലേക്ക് കയറുമ്പോൾ അതിന്റെ ഒരു നാടൻ മുറിക്കൽ, ഈ കുർബാനയും കൂടെ കഴിഞ്ഞ് അവിടെയുള്ള എല്ലാ ബിഷപ്പുമാരും കൂടെ ഒത്തുചേർന്ന് വന്നിട്ട് ഒരു നാടൻ മുറിക്കൽ മാത്രമാണ് ഒരു ഇനാഗുറേഷൻ. അത് ഏപ്രിൽ 13-ാം തീയതി രാവിലെ 11 മണിക്കായിരിക്കും. 10 മണിക്ക് നടക്കും. 9 മണിക്ക് കുർബാന കഴിഞ്ഞ് നേരെ എല്ലാവരും കൂടെ വന്ന് നാട മുറിച്ചുകൊണ്ട് എക്സിബിഷൻ ഹാളിലേക്ക് കയറും. എക്സിബിഷൻ അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണവും നമ്മൾ കൊടുക്കുന്നു. വലിയ ഹെവി ഭക്ഷണമൊന്നും ആയിരിക്കില്ല, ചോറും കറിയും ഒക്കെ ആയിരിക്കും. പക്ഷെ നല്ല ഭക്ഷണമായിരിക്കും. ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. എല്ലാ സമയത്തും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തുള്ളവർക്കും ഉച്ചയ്ക്കുള്ളവർക്കും വൈകുന്നേരം അത്താഴത്തിന്റെ സമയമുള്ളവർക്കും എല്ലാവർക്കും നമ്മൾ അവിടെ ഭക്ഷണം ക്രമീകരിക്കും. പിന്നെ എല്ലാ ദിവസവും ഈവനിങ്ങില് മ്യൂസിക് ബാൻഡുകൾ, ഒരു ദിവസം നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്നുള്ള ഒരു മ്യൂസിക് ബാൻഡ് വരുന്നുണ്ട്. മണിപ്പൂരി അവരുടെ വേഷവിധാനത്തിൽ ഒന്ന് ചെയ്യുന്നത്. അത് നല്ല മ്യൂസീഷ്യൻസ് ആണ് മണിപ്പൂരിൽ നിന്നുള്ള ആളുകൾ. അവരുടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. ഒരു ദിവസം നമ്മൾ മധ്യപ്രദേശിൽ നിന്നുള്ളൊരു ബാൻഡ് വരുന്നുണ്ട്, മ്യൂസിക് ബാൻഡ് ഉണ്ട്. ക്രിസ്ത്യൻ ബാൻഡുകളാണ്. അപ്പം നമ്മുടെ ക്രിസ്ത്യൻ സംഭവം മാത്രം. അപ്പോ ഒരു വലിയൊരു എക്സിബിഷനും ഒക്കെ ആയിരിക്കും. നിങ്ങളെല്ലാവരും വരികയും കാണുകയും സാധിക്കുന്ന രീതിയിൽ. പിന്നെ കൂടാതെ നമ്മളൊരു IFFM എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവലും കൂടെ ആ കൂട്ടത്തിലാണ്. അത് എല്ലാ വർഷവും നടക്കുന്നതാണ്. ആ കൂട്ടത്തില് ഒരു ഫിലിം ഫെസ്റ്റിവല് ചോസ് എന്ന് പറഞ്ഞതുണ്ട്. അതുപോലെ നമ്മുടെ ഫേസ്ലെസ് എന്ന് പറഞ്ഞ മൂവി കാണിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ കുറച്ച് പുതിയ നല്ല സ്വർഗം, അതുപോലെ കുറെ മൂവീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനുള്ള, അത് ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു അവസരം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കും.